അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു പ്രത്യക്ഷമായൊരു പ്രതികരണത്തിനൊന്നും വന്നിട്ടില്ല. ഈ അവിടുത്തെ കർഷകരെ ബാധിക്കുന്ന അവിടുത്തെ വനവാസികളെ സംബന്ധിച്ച് നിസ്സഹായരാണ് അവർ. ഈ പറയുന്നത് പോലെ 80 ലക്ഷം രൂപയൊക്കെയാണ് നഷ്ടപരിഹാരം വരെ ഈടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോട്ടീസ് വരുന്നത്. ഇവർ എവിടെ പോവാനാണ്? യഥാർത്ഥത്തിൽ പ്രതിപക്ഷം കൂടി ഇവർക്കെതിരെ, ഈ കാട്ടുകൊള്ളക്കെതിരെ, അതിന് കൂട്ടുനിന്നവർക്കെതിരെ, ഈ വനം കൊള്ള നടത്തിയ മാധ്യമ മുതലാളിക്കെതിരെ അടക്കം രംഗത്ത് വരേണ്ട സാഹചര്യമില്ലേ? പക്ഷേ പ്രതിപക്ഷത്തിൽ നിന്നും അത്തരത്തിലൊരു നീക്കം കാണുന്നില്ലല്ലോ അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, പ്രതിപക്ഷം ഈ കാര്യത്തില് തുടക്കം മുതൽ തന്നെ, അതായത് 2020 എന്താ പറഞ്ഞ കോവിഡിന്റെ മറവില് ഈ തടിവെട്ട് നടത്തി ഇത് കൊണ്ടുവന്ന ആ കാലഘട്ടത്തിലെല്ലാം വളരെ ശക്തമായി. ഇപ്പോഴും പ്രതിപക്ഷം വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് മറ്റൊന്നുമല്ല, അവിടുത്തെ കൃഷിക്കാര് ഈ മരം വെട്ടാനുള്ള അനുമതി കൊടുത്തത് അപ്പോൾ നിലവിലുള്ള ഒരു നിയമം അവരെ കാണിച്ചതുകൊണ്ടാണ്. കാരണം അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് അവര് അതിന് അനുമതി കൊടുത്തിരിക്കുന്നത്. അത് പിന്നീട് പിൻവലിക്കപ്പെട്ടു എന്ന കാരണത്താൽ കൃഷിക്കാര് ദ്രോഹിക്കപ്പെടരുത്. ഇപ്പോ വയനാട്ടിൽ നിന്നുള്ള MLA-യും കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരിക്കുന്നു, ഒക്കെ അതുതന്നെയാണ്. ഒരു കാരണവശാലും ഈ നോട്ടീസ് കിട്ടിയിരിക്കുന്ന ആളുകൾ അവരൊരു കുറ്റകൃത്യവും ചെയ്തതല്ല. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ റവന്യൂ സെക്രട്ടറിയും ആ റവന്യൂ സെക്രട്ടറി കൊടുത്ത ഉത്തരവ് പാലിക്കാൻ അന്ന് നടപടി സ്വീകരിച്ച വയനാട് കളക്ടറും അതുപോലെ തന്നെ വയനാട് സൗത്ത് DFO-യും അവരൊക്കെയാണ് ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ കൃഷിക്കാരല്ല കുറ്റം ചെയ്തിട്ടുള്ളത്. അപ്പൊ കുറ്റം ചെയ്യാത്ത കൃഷിക്കാരന്റെ മേൽ ഇപ്പോൾ കുറ്റം അടിച്ചേൽപ്പിച്ചിട്ട് ഇനി ഇവൻ ഇതിന്റെ നഷ്ടപരിഹാരവും നാളെ ഈ നഷ്ടപരിഹാരത്തോടൊപ്പം തന്നെ നിങ്ങൾ നിലവിലെ വന നിയമങ്ങൾ അതിലെ ഏത് വകുപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കെതിരെ 6 മാസം മുതൽ മുകളിലേക്കുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവും 25,000 രൂപ മുതൽ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവും നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സാധുക്കൾക്ക് ഇനി ഇവരുടെ മേൽ ഇത് സിവിൽ നടപടികൾ തീർന്നു കഴിയുമ്പോൾ പിന്നെ ക്രിമിനൽ നടപടികളിലേക്ക് വരും. അപ്പൊ ഗവൺമെന്റിന് ഇപ്പോൾ ചെയ്യാവുന്ന വളരെ ലഘുവായ നടപടി, അത് ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സി ജോസഫ് മാത്യു സാർ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവര് ഈ കൃത്യം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു ഗവൺമെന്റ് ഉത്തരവുണ്ടായിരുന്നു. ആ ഗവൺമെന്റ് ഉത്തരവ് വെറുതെ വന്നതല്ല, റവന്യൂ സെക്രട്ടറി ഇറക്കിയതാണ്. അത് ഫോർ ദ ഗവൺമെന്റിന് വേണ്ടി ഇറക്കിയിരിക്കുന്നതാണ്. ഗവൺമെന്റിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ഉത്തരവ് നിലനിൽക്കുമോ? പിന്നെ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാൻ പാടുണ്ടായിരുന്നു. അതാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അതിന് ഉത്തരം പറയേണ്ടത് സി ജയതിലകാണ്. അത് അന്ന് ഗസറ്റ് വിജ്ഞാപനമൊക്കെ ചെയ്യാൻ അനുമതി കൊടുത്ത ഗവൺമെന്റ് ആണ് ആ കാര്യത്തിന് മറുപടി പറയേണ്ടത്. അതല്ലാതെ ആ പാവപ്പെട്ട ആദിവാസികളോ അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞ മരം മുറിക്കാൻ പട്ടയ സ്ഥലത്തെ മരം മുറിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷത്താൽ ഈ മരം കൊടുത്ത് തുച്ഛമായ പൈസ മേടിച്ചിരിക്കുന്ന ഈ സാധുക്കൾ അവരല്ല ഈ കേസിനകത്ത് ശിക്ഷിക്കപ്പെടേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി ഇടപെടണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സാർ പറഞ്ഞു. സാർ, ഈ വനം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് എന്താ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള, അദ്ദേഹം പലപ്പോഴും പ്രതികൾക്ക് അനുകൂലമായി ഉള്ള നിലപാടുകളും സമീപനങ്ങളുമാണ്. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ഇടപെടാൻ കഴിയുന്ന ഒരു വനം വകുപ്പാണെങ്കിൽ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത് തന്നെ ഈ സാധനം പബ്ലിക് ഓപ്ഷൻ നടത്തി സർക്കാരിന്റെ ഖജനാവിലേക്ക് ഈ പണം വെച്ചതിന് ശേഷം ഇനി നാളെ അത് കൃഷിക്കാർക്കുള്ളതാണെങ്കിൽ കൃഷിക്കാർക്ക് കൊടുക്കുക, ഇനി മറ്റേ കള്ളന്മാർക്കുള്ളതാണെങ്കിൽ കള്ളന്മാർക്ക് കൊടുക്കുക, സർക്കാർ ഈടാക്കാനുള്ളതാണെങ്കിൽ സർക്കാർ ഈടാ. ഇത് പൊതുമുതൽ ഈ സാധനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. വനം വകുപ്പിന്റെ വിവിധ ഡിപ്പോകളിൽ കിടന്ന് കോടാനുകോടി രൂപ വിലയുള്ള വീട്ടിമരങ്ങൾ എന്താ പറഞ്ഞ വനം വകുപ്പിന്റെ ഡിപ്പോയിൽ കിടന്ന് നശിച്ചു പോകുന്നു. ഇനി ആർക്കും ഉപകാരപ്രദമല്ലല്ലോ. അപ്പോ ഇവിടെ കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, സർക്കാർ സംവിധാനത്തെ എങ്ങനെ കൊള്ളയടിക്കാൻ പറ്റുന്നു. അത് ശബരിമല മുതൽ താഴോട്ട് നമ്മൾ കാണുകയല്ലേ. ഇവർക്ക് പൈസ മാത്രം മതിയല്ലോ. ഞങ്ങൾ അവിടെ ഒപ്പിടിയല്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഒപ്പിടുന്നു. കാരണം എന്താ, 1400 കോടി ഞങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ എന്താ പറഞ്ഞ പണത്തിന് വേണ്ടി എല്ലാ വകുപ്പുകളും എല്ലാ സംവിധാനങ്ങളും എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നുള്ളതിന്റെ ഒരു വലിയ പട്ടിക തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് അവസാനം പറയുന്നു. ഇപ്പൊ ആ 8.5 കോടിയുടെ തടി അല്ലെ 15 കോടിയുടെ തടി അത് നശിച്ചു പോകുന്നു. അതിനാരാണ് അതിന്റെ ലൈബിലിറ്റി പറയേണ്ടത്? അതിന്റെ ഉത്തരവാദിത്വം ആരാ പറയുന്നത്? അത് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ മുതലല്ലേ. ആ സമൂഹത്തിന്റെ മുതല് മാത്രമല്ല സേനാപതി വേണു, ഈ വാർത്ത പുറത്തു വന്നിട്ട് എത്രയോ നാളുകളായി ഈ മരം അവിടെ കിടന്ന് നശിക്കുന്നതൊക്കെ. പക്ഷെ ഒരു നടപടി പോലും അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും. സർക്കാർ ഇപ്പൊ തടിയേ അല്ലല്ലോ. സർക്കാർ പോകുന്നത് പാവപ്പെട്ട കൃഷിക്കാരന്റെ മുഖത്തോട്ട് കയറാനല്ലേ സർക്കാർ പോകുന്നത്. കാരണം അവനെ
പ്രതിസന്ധിയിലാക്കുക. അല്ല, ആദ്യം സർക്കാർ ചെയ്യേണ്ട ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ പറഞ്ഞ പെരിഷബിൾ ആർട്ടിക്കിൾ അല്ലെങ്കിലും ആ നിയമപുസ്തകത്തിൽ തന്നെ അതിന്റെ അകത്ത് പറയുന്നു, ഈ പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ടിന്റെ സെക്ഷൻ 13 പറയുന്നു ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലേലം ചെയ്ത് ആ നിയമത്തിൽ തന്നെ പറയുന്നു. കാരണം എന്താ, ഇത് കിടന്നു കഴിഞ്ഞാൽ നശിച്ചു ചെതല് കയറും, അതുപോലെ തന്നെ മഴയും വെള്ളവും കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, തടിയല്ലേ. അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളിൽ ഇവനെ ലേലം ചെയ്ത് ആ ലേലം ചെയ്തതിന്റെ തുക സർക്കാർ ഖജനാവിലോ സൂക്ഷിച്ചതിന് ശേഷം അന്തിമമായ കോടതി വിധി വരുന്ന സമയം വരെ തടി നിൽക്കുകയല്ലോ, അല്ലെ തടി കിടക്കത്തില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യം, കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ്, എത്രയോ ഇഞ്ച് വണ്ണമുള്ള തടി, എത്രയോ പഴക്കമുള്ള, അപ്പൊ അതിന്റെ കാലാവധിയൊക്കെ കണക്കാക്കി ഇപ്പൊ 400-450 വർഷങ്ങൾ നമുക്കൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്ന തടികൾ, ആ തടികളൊക്കെ പൊതുസമൂഹത്തിന്റെ സ്വത്താണ്. അത് എത്രയോ ഫലപ്രദം. ഇനി അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് വീട് പണിയുന്നവർക്കോ അല്ലെങ്കിൽ മറ്റു നിർമ്മിതികൾ നടത്തുന്നവർക്കോ എത്രയോ ഭംഗിയായിട്ട് അത് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ മുതലുകൾ ഇങ്ങനെ നശിച്ചു പോകാനുള്ള ഈ സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിട്ട് ഇപ്പൊ ആളുകൾക്ക് നോട്ടീസ് കൊടുത്ത് ആ പാവങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ ഈ നടപടി, ഇത് എന്താ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ പിൻബലത്തിലാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അവർ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചവരല്ല. അത് ചുരുങ്ങിയ ദിവസം 90 ദിവസത്തേക്കോ മറ്റോ ആണ് ആ ഉത്തരവ് നിലനിന്നതെങ്കിൽ ആ ഉത്തരവിന്റെ പീരീഡിലാണ് അവർ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ, ഈ കൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട്, അവർ ചെയ്തതൊരു കുറ്റകൃത്യമല്ലാത്തത് കൊണ്ട് ഈ ആളുകൾക്ക് നോട്ടീസ് അയക്കുന്നത് പോലും, ഇവരെ നോട്ടീസ് അയച്ച് ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പോലും നിയമവിരുദ്ധമായ നടപടിയായതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഈ നോട്ടീസുകൾ പിൻവലിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീപത്മനാഭൻ സാർ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചൊരു അന്വേഷണം. കാരണം ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി, അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ, സർക്കാരിന്റെ മുതൽ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന ആളുകൾ മറ്റ് ഈ രീതിയിലുള്ള കള്ളന്മാരും കൊള്ളക്കാരുമായിട്ട് ചേർന്നുകൊണ്ട്, അതായത് സ്വർണ്ണപ്പാളിയെ സ്വർണ്ണമെന്ന് വെട്ടിയിട്ട് ചെമ്പുപാളി എന്ന് എഴുതിയതുപോലെ ഇല്ലാത്ത ഉത്തരവുകളെ ഉണ്ടാക്കിക്കൊണ്ട് ഈ കള്ളന്മാർക്ക് സർക്കാരിന്റെ മുതലോ അല്ലെങ്കിൽ പൊതുസ്വത്തോ കൊള്ളയടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ആളുകൾ, അവരുടെ നേരെ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളത് അത് ഗവൺമെന്റ് ആലോചിക്കാതെ തഹസിൽദാരെ കൊണ്ട്